ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് എതിൻ ടി വിയുടെ ഈ ശാബ സ്കൂൾ വേദപഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുവോ, കേൾക്കാൻ കിട്ടുന്നുവോ, ചിന്തിക്കാൻ അവസരം കിട്ടുന്നുവോ, ആ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെയും അതിനേറ്റവും ചന്തവും ഉചിതവുമായി പ്രയോജനപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയത്രേ വേണ്ടുന്നത്. നമുക്കറിയാം, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളാൻ സമയം വളരെയധികം സമീപിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏത് ടി വിയും ആ ദൗത്യത്തിൻ്റെ ഭാഗം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിൽ അവൻ്റെ വലിയ വചനത്തിനെ ചുമക്കുവാനുള്ളതായ അനുഗ്രഹം അടിയനും ലഭിച്ചു. ഈ അവസാന ക്വാർട്ടറിലെ അവസാന പാഠങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 10 പാഠങ്ങൾ നമ്മൾ പഠിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങൾ ഇത്രയും മനോഹരമായി ത്രിയേക ദൈവത്തിനെ പരിചയപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു സുവിശേഷകനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് തീർച്ചയായും യോഹന്നാൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 10 പാഠങ്ങൾ പഠിച്ചപ്പോഴും അതിലുള്ളൊക്കെയും വേദപുസ്തകത്തിലുടനീളം പഴയ നിയമ പ്രവാചകന്മാരിലും എഴുത്തുകാരിലും ലേഖകന്മാരിലും പുതിയ നിയമ അപ്പോസ്തലന്മാരിലും ഒക്കെ സുവിശേഷകന്മാരിലും ഒക്കെ കൂടെ കർത്താവായ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തിനെയും പരിശുദ്ധാത്മാവിനെയും വളരെ ആധികാരികമായി തന്നെ സകല വിശ്വാസ സമൂഹത്തിനും യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 11ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് 2 പാഠം കൂടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ ശാബ സ്കൂൾ പാഠങ്ങൾ അവസാനിക്കുകയാണ്. ഈ ക്വാർട്ടറിലെ പാഠം അവസാനിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ 4 ക്വാർട്ടറുകളിലായി നമുക്ക് പഠിക്കാൻ കിട്ടിയ പാഠങ്ങളും അവസാനിക്കുകയാണ്. ഇന്നത്തെ പാഠം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നതിന് ആ തലക്കെട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യോഹന്നാൻ എങ്ങനെയാണ് തൃത്വത്തെ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ സുവിശേഷ ഭാഗങ്ങളിലൂടെ യോഹന്നാൻ ത്രിയേക ദൈവത്തിനെ പരിചയപ്പെടുത്തുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ, അതുപോലെ തന്നെ പിതാവായ ദൈവത്തിനെയും പരിശുദ്ധാത്മാവിനെയും എങ്ങനെയാണ് തൻ്റെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്. ദൈവത്തെ അറിയുക എന്നാൽ എന്താണ്, അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കുക എന്നാൽ എന്താണ് എന്നതിൻ്റെ സാരാംശത്തെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് അല്പമാത്രമായ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് വളരെ ഗാഠമായും ഗഹനമായും പിതാവായവനെയും പുത്രനായവനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് സകല വിശ്വാസ സമൂഹവും അറിഞ്ഞിരിക്കണമെന്നും യോഹന്നാൻ ഒരു നിഷ്ഠയോടുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ പാർത്തപ്പോൾ അവൻ ആരായിരുന്നു, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു, പിതാവിൽ നിന്നുള്ള അവൻ്റെ ഉത്തരവ് എങ്ങനെ അവൻ പാലിച്ചു എന്നതൊക്കെ നമ്മൾ ഈ ക്വാർട്ടറിലുടനീളം പഠിച്ചു. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ മനഃപാഠവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. ഒരുപക്ഷെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം നമുക്ക് വളരെയധികം പരിചയമുള്ള വാക്യങ്ങളാൽ നിറഞ്ഞ ഒരു ചാപ്റ്ററാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്താണ്? ഒരിക്കൽ കൂടെ നമുക്ക് പറയാം. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശുവിനെ സ്വർഗത്തിലേക്ക് പോയവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞതുപോലെ അവൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു: ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ
നാം ഒക്കെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവൻ്റെ സാക്ഷികളായി മാറും എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുക, അല്ലേ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, ഏകസത്യമായ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ആ നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് നമുക്ക് മശീഹ ആയിത്തീരുന്നത്? ദൈവത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കുവാൻ മനുഷ്യനിങ്ങനെ പരിശ്രമിക്കും തോറും മനുഷ്യൻ്റെ ഉൾത്തടത്തിൽ നിറഞ്ഞു വരുന്ന ആശയങ്ങളുടെ ഒരു ബൗദ്ധിക ലോകമുണ്ട്. ആ ലോകത്തിൽ അവർ ക്രിസ്തുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇങ്ങനെ വിവിധങ്ങളായ ചിന്തകൾ കൊണ്ട് ഉള്ള ഒരു ചർച്ചയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ ഭാഗങ്ങളിലുടനീളം നിർവഹിച്ചിട്ടുള്ളത്. അത് കേവലമായ ഉപരിപ്ലവമായ ചിന്തകളിലൂടെ കടന്നു പോകാതെ ചിന്തകളുടെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് വേദപുസ്തകത്തിലെ മർമ്മങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എത്തിക്കുകയാണ് അവൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം, അത് മനുഷ്യർക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യന് അതെങ്ങനെയാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, അവർക്കത് ഗുണം ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ നിത്യജീവനെ എങ്ങനെയാണ് അവർക്ക് ലഭ്യമാകുന്നതെന്നൊക്കെ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. യോഹന്നാൻ എങ്ങനെയാണ് തൃത്വത്തിനെ പരിചയപ്പെടുത്തുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയവനെ എങ്ങനെയാണ് നമുക്ക് ത്രിയേക ദൈവത്തിനെ പരിചയപ്പെടുത്തുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക്, ഞായറാഴ്ചത്തെ പാഠഭാഗം നമ്മൾ ശ്രദ്ധിക്കാം. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥ പിതാവ് എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മുടെ ലേഖകൻ ഉൽപ്പത്തി 1:1 നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായ വേദപുസ്തകത്തിലെ വാക്യം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യമാണ്. കാരണം ശാസ്ത്രം എത്ര പുരോഗമിച്ചിരുന്നാലും ശരി തന്നെ ശാസ്ത്രചിന്തകൾ അല്ലെങ്കിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് കാർബൺ ഡേറ്റിംഗ് ഒക്കെ നടത്തി വസ്തുവിൻ്റെ കാലപ്പഴക്കം മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ അതിനുമപ്പുറത്ത് സാങ്കേതിക വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി എന്നല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി പോലുള്ള ചിന്തകൾ ഇന്ന് വളരെയധികം വ്യാപകമായി സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു തത്വം മനുഷ്യൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, മനുഷ്യനെങ്ങനെയാണ് ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത്? മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒരിക്കലും ആ ഒരു ചുരുങ്ങിയ മസ്തിഷ്കത്തിനുള്ളിൽ അവൻ്റെ ചിന്തകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ, സകലമാന പ്രപഞ്ചഗോളങ്ങളെയും സൃഷ്ടിച്ചവനായ, സകലമാന ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായ, ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രജാലങ്ങളെയും സൃഷ്ടിച്ചവനായ യഹോവയായ ദൈവം, ആ ദൈവത്തിനെ മനുഷ്യൻ്റെ കേവലമായ ചിന്തകൾക്കുള്ളിൽ, യുക്തിക്കുള്ളിൽ നിർത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ള ഒന്നാമത്തെ വാക്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രഹസ്യം കണ്ടെത്തുക അസാധ്യം തന്നെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായവൻ ഒരേ സമയം ഒരേ ചിന്തയോടുകൂടെ നിന്നുകൊണ്ടാണ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. പാഴും ശൂന്യവുമായിരുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ നിരന്തരമായ രാസപ്രക്രിയകളുടെ ഫലമാണ് പ്രപഞ്ചത്തിലെ ഈ ഒരു ഭൗമഗോളം എന്ന് പറയുന്നത്. ആ ഭൗമഗോളത്തിലെ ജലവിധാനത്തിനെ അവൻ രണ്ടായി, മുകളിലും കീഴുമായി ജലവിധാനത്തിനെ നിർത്തുകയും വരണ്ട നിലത്തിൽ അവൻ വൃക്ഷജാലങ്ങളെ സൃഷ്ടിക്കുകയും ആകാശത്തിലെ പറവകളെ സൃഷ്ടിക്കുകയും
സമുദ്രത്തിലെ മത്സ്യങ്ങളെ സൃഷ്ടിക്കുകയും അല്ലേ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിയമിക്കുകയും ഇങ്ങനെ വിവിധങ്ങളായ സൃഷ്ടിപ്രക്രിയകളിലൂടെ 6 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനമാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ നിർവഹിച്ചത്, അല്ലെങ്കിൽ ത്രിയേക ദൈവം നിർവഹിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദൈവം ആരാകുന്നു എന്നതിനെ മനുഷ്യൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ചോദിച്ചാൽ അവൻ്റെ ചിന്തകൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് മാത്രമേ അവനതിന് പ്രതികരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി, വേഷത്തിൽ ഭൂഷണനായി, മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിച്ചുവെങ്കിൽ അവന് മനുഷ്യനായിരുന്നു, അതുകൊണ്ട് അവൻ ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരും ഇന്നുണ്ട്. വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ വ്രതന്മാരെ പോലും തെറ്റിക്കുവാൻ പിശാച്, പ്രതിയോഗിയായ പിശാച് ഊടാടി നടക്കുന്നു എന്നാണ്. സ്വാഭാവികം അങ്ങനെയുള്ളവരുടെ ചിന്തകളിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് നമ്മെ മനസ്സിലാക്കിപ്പിക്കുവാൻ യോഹന്നാൻ തൻ്റെ സുവിശേഷ ഭാഗത്തിൽ ഉടനീളം നിരന്തരമായ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് ഏതാനും വാക്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആ വാക്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമ്മോട് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 3:16-17 വാക്യങ്ങൾ നമുക്ക് വളരെയധികം സുപരിചിതമായ വാക്യമാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അവനാൽ രക്ഷപ്പെടുവാനത്രേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ഞാനിങ്ങനെ വന്നേക്കാം എന്ന് കരുതി തൃത്വത്തിൽ നിന്ന് പുത്രൻ ഇറങ്ങി വന്നതല്ല. മറിച്ച് എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതിനൊരു സന്ദർഭമുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. കാരണം ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് അല്ലേ, അവന് ഈ ഏദൻ പർദീസയിൽ അവന് എല്ലാ അവകാശവും കൊടുത്തുകൊണ്ട്, എല്ലാ അധികാരവും കൊടുത്തുകൊണ്ട് വാഴാനുള്ള അവസരമാണ് മനുഷ്യന് കൊടുത്തത്. പക്ഷേ മനുഷ്യനോട് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കർത്താവ് യേശു ക്രിസ്തു കൽപ്പിച്ചു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? അത് തിന്നു കഴിഞ്ഞപ്പോൾ അവനെന്തുണ്ടായി? നഗ്നത ഉണ്ടായി എന്ന് അവൻ നഗ്നനാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറി ഒളിച്ചിരിക്കുന്നു. ദൈവം വിളിച്ചപ്പോൾ ഞാൻ നഗ്നനാണ്, അതുകൊണ്ട് നിന്റെ മുമ്പിൽ വരാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവൻ മാറി നിൽക്കുന്നു. അപ്പോൾ മാനുഷികമായ ഒരു പ്രകൃതത്തിലേക്ക്, മാനുഷികമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തന്നെ ചെന്ന് കയറുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു തകർച്ച ലൂസിഫർ മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ പ്രതിയോഗിയായ പിശാച് മനുഷ്യനിലേക്ക് ആരോപിച്ച, അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് നിക്ഷേപിച്ച അത്തരത്തിലുള്ള ഒരു പാപത്തിൽ നിന്ന് മനുഷ്യരാശി, അതിൻ്റെ അനന്തര തലമുറകളൊക്കെയും ആ പാപത്തിൻ്റെ കെണിയിൽ വീണു പോകുമെന്നും അതുകൊണ്ട് തന്നെ അവരൊക്കെയും രക്ഷിക്കപ്പെടേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്നും അവരെയൊക്കെയും തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്നും പിതാവായവൻ അറിഞ്ഞിട്ട് അവൻ പുത്രനെ ലോകത്തിന് നൽകി. അവൻ പുത്രനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊട്ടടുത്ത വാക്യം നോക്കുക. അതിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യം നമുക്ക് വായിക്കുന്നുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് നാം കർത്താവായ യേശുക്രിസ്തുവിൽ തിന്നുകയും അവനെ കുടിക്കുകയും, അവനെ തിന്നുകയും അവനെ കുടിക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതം അന്വർത്ഥമാക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, ലക്ഷ്യമായിരിക്കേണ്ടത്. നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിച്ചു നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-30 വാക്യങ്ങൾ. അവിടെ എന്താണ് പറയുന്നത് നോക്കൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അല്ലേ, വിശ്വസിക്കുന്ന എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ടത്, അടിവരയിടണം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരിലായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൽ, ജീവനുള്ള ദൈവത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ്.
ഇനി അതിന് 30-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നോക്കും. 30-ാമത്തെ, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് എന്താണ്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, മറിച്ച് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ് പറയുന്നത്. നമുക്കൊരു വാക്യം കൂടെ വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കൂ. അവിടെ 6:32 പറയുന്നു, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അതെന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ന മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും യേശു ക്രിസ്തു എന്ന ജീവരക്തം നിങ്ങൾ കുടിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നാം വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക എന്ന കർമ്മമാണ്. ഇവിടെ വീണ്ടും മറ്റ് ചില വാക്യങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും അത് സൗകര്യം പോലെ അതൊന്ന് വായിച്ചു കൊള്ളണം. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നാം അവനിൽ ജീവിക്കുക എന്നതാണ്. യോഹന്നാൻ 15:16 വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. 14-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, പിന്നെന്താണ്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. മനുഷ്യർ പറയുന്നുണ്ട്, ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് അവൻ്റെ സാക്ഷിയായി. അങ്ങനെയല്ല, തെറ്റാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നത്. സ്വർഗസ്ഥനായ പിതാവിനും മനുഷ്യനും ഇടയിൽ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് നാം ഓരോരുത്തരും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ, പാപാന്ധകാരത്തിൽ വീണ് കിടക്കുമ്പോൾ, ആ അന്ധകാരത്തിൻ്റെ ആ കുണ്ടറകളിൽ നിന്ന്, ഇരുട്ടറകളിൽ നിന്ന് നാം വിമോചനത്തിൻ്റെ പാതയിലേക്ക് കടന്നു ചെല്ലാൻ, വിമോചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. അവൻ പറഞ്ഞ എന്താണ്? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ ദൈവം, യഹോവയായ ദൈവം നൽകിയ, പിതാവായ ദൈവം നൽകിയ അധികാരമാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് വളരെ പ്രധാനപ്പെട്ട. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നാം ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത്ര വലിയ ഒരു ബന്ധം തൻ്റെ പുത്രനിലൂടെ മനുഷ്യരിലേക്ക് അവൻ നൽകും. കാരണം അവൻ തൻ്റെ കൈകൾ കൊണ്ട് മെനയുകയും തൻ്റെ ജീവശ്വാസം അവൻ്റെ മൂക്കിലേക്ക് ഊതിക്കയറ്റുകയും ചെയ്തുകൊണ്ട് അവനെ ഒരു ജീവനുള്ള ദേഹിയാക്കി തൻ്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനും നിങ്ങളും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനുമായി, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവനുമായി, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്നതാണ് ഈ വചനങ്ങളിലൂടെ യോഹന്നാൻ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ യേശുവും പിതാവും എന്നുള്ളതാണ് അവിടെ തലക്കെട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ പാഠത്തിലുടനീളം നമ്മൾ പഠിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ, പരസ്പര ബന്ധത്തെക്കുറിച്ച് ആണ്. കഴിഞ്ഞ പാഠം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോയ ആ സാഹചര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനുഷ്യർ പാപത്തിലേക്ക് വീണു പോകുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏദൻ പർദീസയിലേക്ക് യഹോവയായ ദൈവം അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ ആദാമിനെയും അവയെയും കാണാൻ കഴിയുന്നില്ല. അവരെന്താണ് ചെയ്തത്? 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്ന ആകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. നോക്കൂ, മനുഷ്യൻ്റെ പാപം ഒരുപക്ഷേ ഏദൻ പർദീസയിൽ ആരംഭിച്ച ആ ഒരു വലിയ പാപത്തിൻ്റെ പിന്തുടർച്ച ഇന്നും മനുഷ്യരുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് യാഗമായി കഴിഞ്ഞിട്ട് പിതാവായവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവൻ തൻ്റെ ജീവനെ കാൽവരിയിൽ യാഗമാക്കി. മനുഷ്യന് പാപം ഉളവാക്കിയ ആ വലിയ മുറിവിൽ നിന്ന്, കൊടിയ മുറിവിൽ നിന്ന് മനുഷ്യവംശത്തിന്, മനുഷ്യരാശിക്ക് ഉടനീളം, മനുഷ്യരാശിക്ക് മുഴുവനും സൗഖ്യം വരുത്തുക എന്നുള്ളതായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെയുള്ള ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ ആ ഒരു ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെ മനുഷ്യൻ എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇന്നും മനുഷ്യൻ നഗ്നതയുടെ ആ ഒരു മുറിപ്പാടിൽ തന്നെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്, വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അത് ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗം ആയിരുന്നു, അല്ലേ? ദൗത്യത്തിൻ്റെ ഭാഗം ആയിരുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ വന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ്. അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ എന്ന് പറയുമ്പോൾ അവൻ സ്വയം ദൈവത്തെ, പിതാവായവനെ മഹത്വപ്പെടുത്തുകയും പിതാവായവൻ്റെ ആ ഉൾക്കാഴ്ചയെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് വളരെ ദീർഘദർശനത്തോടുകൂടി പിതാവ് ചെയ്തതായ ആ കർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് വന്നു. അതുകൊണ്ടാണ് വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. ആ വചനം എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം 1-ാമത്തെ വാക്യം വായിച്ചു. ഉൽപ്പത്തി 1:1 പറയുന്നുണ്ട്, എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും അതിലെ ചരാചരങ്ങളെയും ഒക്കെയും സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു? വചനം കൊണ്ടാണ്, അല്ലേ? വചനം കൊണ്ടാണ്. ഉണ്ടാകട്ടെ, 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 ഉണ്ടാകട്ടെ. പകൽ വാഴുവാൻ സൂര്യനും രാത്രി വാഴുവാൻ ചന്ദ്രനും ഉണ്ടാകട്ടെ. സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ, ആകാശത്തിലെ പറവകൾ ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, പുല്ലുകൾ ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാത്തിനെയും ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ സൃഷ്ടിച്ചത്. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. വചനം എവിടെയായിരുന്നു? വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനമാണ് ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തത്. യേശു കർത്താവ്, അല്ലേ? യേശു കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്തവൻ, ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തവൻ, അവനാണ് കർത്താവ്. പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്, ക്രിയേറ്റർ, അതാണ് കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതാണ് വായിക്കാൻ കിട്ടുന്നത്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ പറയുന്നത് എന്താണ്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു,
മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾക്ക് എന്താണ്? അത് ആത്മാവും അത് ജീവനും ആകുന്നു. അത് നിങ്ങൾക്ക് ജീവനെ പ്രദാനം ചെയ്യുന്നതാകുന്നു, നിങ്ങൾക്ക് നിത്യജീവനെ നൽകുന്നതാകുന്നു, നിങ്ങളെ നിത്യജീവന്റെ വഴിയിലേക്ക് നടത്തുന്നതാകുന്നു. എങ്കിലും എന്നെ വിശ്വസിക്കാത്തവരും നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഇത് ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട് പറയുന്നതായ കാര്യമാണ്. എങ്കിലും എന്നെ വിശ്വസിക്കാത്തവരും നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും കാണിച്ചു കൊടുക്കുന്നവർ ഇന്നവർ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്, പന്തിരുവരോട് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ 69-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് അവർ അവനോട് മറുപടി പറയുകയാണ്. പ്രിയമുള്ളവരെ, വലിയ ഒരു പ്രതിസന്ധി മനുഷ്യരാശി നേരിടുന്നുണ്ട്, വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കതിനെ തള്ളിക്കളയുവാൻ കഴിയില്ല. ആ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള പാടുപെടലാണ്. വളരെ ലളിതമാണ് യേശുവിനെ ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷെ മനുഷ്യൻ ചിന്തിച്ച് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക്, അതിൻ്റെ ഒരു സങ്കീർണതയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ ഇത്രത്തോളം സങ്കീർണതയിലേക്ക് കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഒരുപക്ഷേ മനുഷ്യനെ അവൻ്റെ ചിന്തകളിലൂടെ, ആ ചിന്തകളുടെ വൈരുദ്ധ്യങ്ങളിലൂടെ അവനെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി നടക്കുന്നുണ്ട്. അവൻ കടൽ തീരത്തെ മണൽത്തരിമേൽ നിൽക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലേ? കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എന്താണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. അവരെ തെറ്റിച്ച് കളയുവാൻ, അവരെ ദൈവത്തിങ്കിൽ നിന്ന്, നിത്യജീവനിൽ നിന്ന് മാറ്റിക്കളയുവാൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കള്ളൻ വരും, പക്ഷേ അവരെ നിത്യജീവനിലേക്ക് നയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്. നമുക്ക് യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 530-ാമത്തെ പുറത്തിൽ പ്രവാചകിയായ എലൻ ജി വൈറ്റ് ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിൽ ജീവനുണ്ട്, തനിമയുള്ളത്, വായ്പ വാങ്ങപ്പെടാതെ മറ്റൊന്നിൽ നിന്ന് മാറി വരാത്തതായ ജീവൻ. എന്നിരുന്നാലും തന്നെത്താൻ ഒഴിച്ച് ജഡാവതാരം എടുത്ത ദൈവപുത്രൻ എന്ന നിലയിൽ തൻ്റെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിക്കവേ തന്നിലുള്ള ജീവൻ ദൈവത്തിൽ നിന്നുള്ള ദാനം ആണെന്ന് യേശു പരാമർശിച്ചു. ക്രിസ്തുവിൻ്റെ ദിവ്യത്വം വിശ്വാസിയുടെ നിത്യജീവൻ്റെ ഉറപ്പാണ്. മനുഷ്യവംശം ദൈവത്തെ അറിഞ്ഞില്ല, ആയതിനാൽ പിതാവ് മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടേണ്ടതിന് ദൈവം തൻ്റെ ഏക മകനെ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യൻ കണികാ സിദ്ധാന്തങ്ങളിലൂടെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യത്തിൻ്റെ പരമകോടിയിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യൻ പെടുന്ന പാട് എന്തുമാത്രം വലുതാണ് എന്ന് നമ്മളത് ആലോചിച്ച് നോക്കൂ, അല്ലേ? എത്ര വലുതാണ് അവൻ്റെ ശക്തി മഹാത്മ്യം! ഏറ്റവും ചെറിയ കണികയിലും പ്രകടമാണ്, ഏറ്റവും ചെറിയ കണികയിലും അവൻ്റെ പവർ. അങ്ങനെ അനേകായിരം ചെറു കണികകൾ ചേർത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പം മനുഷ്യൻ്റെ പവർ എത്രത്തോളം ഉണ്ടാകും, അല്ലേ? നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുവകളുടെ പവർ എത്രത്തോളം ഉണ്ടാകും. അവയൊക്കെയും സൃഷ്ടിച്ചവൻ അവൻ്റെ ശക്തി, അവൻ്റെ വചനത്തിൻ്റെ ശക്തി, അവൻ്റെ ആത്മാവിൻ്റെ ശക്തി അതിൽ പകർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശുവിനെ ഉൾക്കൊള്ളുക എന്നാൽ പിതാവായവനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം നഗ്നരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ നഗ്നതയുടെ കറയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട്, നഗ്നതയൊക്കെയും മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ധരിപ്പാൻ വെള്ള വസ്ത്രം, നിത്യജീവൻ്റെ വെള്ള ഉടുപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ വെള്ള ഉടുപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായവൻ ചെയ്തത്. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ പറയുന്നത് എന്താണ്? പുത്രനെ അറിയുന്നത് പിതാവിനെ അറിയുകയാണ്. ആ തലക്കെട്ടിൽ തന്നെ എല്ലാ സാരാംശവും ഉണ്ട്.
പുത്രനെ അറിയുക എന്നുള്ളത് പിതാവിനെ അറിയുക. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അയച്ചവൻ്റെ ദൗത്യമാണ് ഞാൻ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ അറിയുക എന്നാൽ എൻ്റെ പിതാവിനെ അറിയുക എന്നുള്ളതാണ്, അല്ലേ? യേശു ദൈവപുത്രൻ പിതാവിനെ ചൂണ്ടിക്കാട്ടുന്ന പ്രവൃത്തികളെ സുവിശേഷത്തിലുടനീളം യോഹന്നാൻ വിവരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. യോഹന്നാൻ 1:18 നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. എന്താണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആരെ അറിയുന്നു? പിതാവിനെ അറിയുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പിതാവായവനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? കർത്താവായ യേശുക്രിസ്തു വന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഗ്രീക്കിലെ എക്സജിയോമി എന്ന പദം അതിനെ വിശദമാക്കുക, വ്യാഖ്യാനിക്കുക, വിവരിച്ച് വ്യക്തമാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. യേശു കൂടെ ഇത് ചെയ്യുന്നു. പിതാവ് എന്ന പദം പാറ്റർ, അല്ലേ? ഇതൊരു ശരിക്കും പാറ്റർ എന്നുള്ളൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അതിൻ്റെ പറഞ്ഞു വരുമ്പോഴുള്ള മീനിങ് ഫാദർ എന്നുള്ളതാണ്. പാറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ, ദ സ്പിരിച്വൽ ഫാദർ, ആത്മീയ പിതാവ്. യോഹന്നാന്റെ സുവിശേഷത്തിലും 18 പ്രാവശ്യം 1 മുതൽ 3 വരെ ലേഖനങ്ങളിലും ഇത് കാണപ്പെടുന്നു. പിതാവ് എന്ന പദം പുതിയ നിയമത്തിൽ കാണപ്പെടുന്നതിൻ്റെ 3-1 അധികമാണ് എവിടെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ കർത്താവ് യേശുക്രിസ്തു ആരായിരുന്നു? അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, അവൻ പുത്രനാണ്, ദൈവപുത്രനാണ്, മനുഷ്യരുടെ ഇടയിൽ ജഡമായി പാർത്തവനാണ്, അല്ലേ? വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു, തന്നെത്താൻ താഴ്ത്തി മനുഷ്യരോളം മനുഷ്യനായി തീർന്നു എന്ന് വെച്ചാൽ മനുഷ്യനായി ജീവിച്ചു, മനുഷ്യൻ്റെ പ്രവർത്തികൾ ചിന്തകളിലൂടെ ജീവിച്ചു, ഭൗമികമായി ജീവിച്ചു എന്നല്ല, മനുഷ്യരുടെ ഇടയിൽ വേഷത്തിൽ ഭൂഷണായി വിളങ്ങി അവൻ. യേശു ആരായിരുന്നു? യേശു പിതാവിന് ഭൂമിയിലെ പ്രതിനിധി ആയിരുന്നു. ഹി വാസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹിസ് ഫാദർ. തൻ്റെ പിതാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഞാൻ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. തൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് താൻ ഭൂമിയിലേക്ക് വന്ന്. യോഹന്നാന്റെ സുവിശേഷം 5:30 അവൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ പിതാവിന് വേണ്ടി ഈ ഭൂമിയിൽ പ്രതിനിധിയായി നിന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാൻ തന്നിരിക്കുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു ഉപമകളാലും ഉപദേശങ്ങളാലുമാണ് ലോകത്തിന് സാക്ഷ്യമായി നിന്നത്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ, വചനത്തിൻ്റെ തീക്ഷ്ണതയേറിയ സത്യം ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഉപമകളാലും ഉപദേശങ്ങളാലും ആയിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്യത്തിന് പ്രാധാന്യമേറുന്നത്. യേശു അവരോട് പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും എന്ന് പറയുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തുവിനോട് സംശയങ്ങളുമായി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പേർ. അവരുടെ മുമ്പിലൊക്കെയും അവൻ പിതാവായവൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയും അവരോട് വചനത്തെ ഘോഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നോക്കൂ, എന്തൊരു വലിയ വാഗ്ദത്തമാണ് കർത്താവ് യേശു ക്രിസ്തു നൽകുന്നത്. അതും പിതാവായവൻ്റെ ഇഷ്ടമാണ്.
അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ അവൻ വീണ്ടും വരും, തീർച്ചയായിട്ടും വരും. ആ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങൾ വേദപുസ്തകത്തിൽ അവൻ പ്രഖ്യാപിച്ചിട്ടുള്ള വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങൾ, രാജ്യത്തോട് എടുക്കുന്നു, രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു, ജാതികൾ ജാതികളോട് യുദ്ധം ചെയ്യുന്നു, വ്യക്തികൾ വ്യക്തികളോട് കലഹം ചെയ്യുന്നു, സഹോദരന്മാരോട് കലഹങ്ങൾ ചെയ്യുന്നു, അല്ലേ? മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറിയിരിക്കുന്നു. ഭൂമി കിടുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, മാറാരോഗങ്ങൾ ഉണ്ടാകുന്നു, മഹാവിപത്തുകൾ ഉണ്ടാകുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആകെ കലുഷിതമായ ഒരവസ്ഥ, മനുഷ്യന് ഒരിടത്തും സമാധാനമില്ലാത്ത അവസ്ഥ. വ്യക്തിപരമായി പോലും ഞാൻ പൂർണ്ണമായും സമാധാനത്തിലാണ്, സ്വസ്ഥതയിലാണ് എന്ന് പറയാൻ ഒരു മനുഷ്യജീവിക്കും കഴിയാത്ത അവസ്ഥ. നോക്കൂ, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പിതാവ് പറഞ്ഞത് എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ, പുത്രനിലും വിശ്വസിപ്പിൻ എന്നാണ്. യോഹന്നാൻ 14:10 വാക്യം നോക്കൂ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു തന്നെ പിതാവിന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ ഞാനും ദൈവമാണ്, അതൊക്കെ അതുകൊണ്ട് ഞാനിതെല്ലാം എൻ്റെ നാക്കിൽ നിന്ന് എടുത്ത് പറയുന്നു എന്നല്ല അവൻ പറഞ്ഞത്. മറിച്ച് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുക. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിനെയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ. ഇവിടെ ലേഖകൻ പറയുന്നത്, മനുഷ്യനെ സ്നേഹിക്കുന്നതിലും മനുഷ്യരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിലും അവർ തികഞ്ഞ യോജിപ്പിലാണ്. യേശുവിന് തൻ്റെ സ്വർഗത്തിലെ പിതാവുമായുള്ള ബന്ധത്തിൽ എത്ര ശക്തമായ സാക്ഷ്യമാണ് അവൻ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് എന്നാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ചിന്തകൾക്ക് സാധിക്കും. അതുകൊണ്ട് യോഹന്നാൻ ഇതൊക്കെയും അതാണ് വളരെ മറ്റു സുവിശേഷകന്മാർ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി, വളരെ ഫിലോസഫിക്കലായി, അല്ലെങ്കിൽ വളരെ ദൈവശാസ്ത്രപരമായി, വളരെ ദൈവശാസ്ത്രപരമായി നമ്മളോട് സംസാരിക്കുക. വെറുതെ താത്വികമായി സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വളരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഏറ്റവും ഉറച്ച സംസാരം യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ ചെയ്യുന്നത്. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തേക്ക് പോകാം. ബുധനാഴ്ച പാഠത്തിൻ്റെ തലക്കെട്ട് പരിശുദ്ധാത്മാവ് എന്നാണ്. ലേഖകൻ അഭിപ്രായപ്പെടുന്നത് പരിശുദ്ധാത്മാവ് എന്ന ഭാഗം പിതാവിനും പുത്രനും ഒപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്രയേറെ പരാമർശിക്കപ്പെടുന്നില്ല എന്നാണ്. എന്നാലും പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കിക്കൊണ്ട് പിതാവിനെ പുത്രനെ പരിചയപ്പെടുത്താൻ യോഹന്നാൻ ശ്രമിക്കുന്നും ഇല്ല. ശരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിക്കോദിമോസുമായിട്ടുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സംഭാഷണത്തിൻ്റെ ഭാഗത്താണ്. യോഹന്നാൻ 3:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നിക്കോദിമോസിന് കർത്താവ് യേശുക്രിസ്തു പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? നിക്കോദിമോസ് ആരാണെന്നും നിക്കോദിമോസ് എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നതെന്നൊക്കെ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അവൻ രാത്രിയിൽ പള്ളിപ്രമാണിയായ പണ്ഡിതനായ നിക്കോദിമോസ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിട്ട്
അവനോട് ചോദ്യമാണ്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. എന്താണ് അവൻ ദൈവത്തോട് ചോദിച്ചത്? റബ്ബി, ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ഉപദേഷ്ടായ വന്നിരിക്കുന്ന ഞാൻ, ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയണം. അപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കോദിമോസിൻ്റെ സംശയം എന്തായിരുന്നു? ഞാൻ വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന് വീണ്ടും ജനിക്കണമോ? യേശു അവനോട് പറഞ്ഞത്, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. അതിനാൽ ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് മറുപടി പറഞ്ഞു. നോക്കൂ, യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചവർക്ക് ഒരുപക്ഷെ അവനെ വളരെ നന്നായി ഉൾക്കൊള്ളുവാനും കഴിഞ്ഞിട്ടുണ്ട്, അവനെ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. മറിച്ച് മറുഭാഗത്ത് വെറും സംശയങ്ങളോടെ മാത്രം യേശുവിനോട് മത്സരിക്കുകയും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവനോട് വാഗ്വാദങ്ങൾ നടത്തുകയും അവനിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അവനെ ശിക്ഷിക്കാനും വിധിക്കാനും താല്പര്യപ്പെട്ടുകൊണ്ട് അവനോട് വാദിക്കുകയും ചെയ്തവർക്ക് ഒരിക്കലും ദൈവത്തിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-10-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്താണ്? കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലുണ്ടായിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. സമയം വളരെ പരിമിതമാണ്, എങ്കിലും ഞാനത് പറയുകയാണ്. എന്താ പറയുന്നത് ആ വാക്യം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യം പറഞ്ഞത് എന്താണ്? അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവനാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. നമ്മുടെ അരികിലേക്ക് അവൻ വന്നു, പക്ഷെ നമ്മൾ അവനെ കൈക്കൊണ്ടില്ല. ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുകയാണ് മനുഷ്യർ. നിക്കോദിമോസിനോട് ദൈവം കർത്താവ് യേശു ക്രിസ്തു അപ്രകാരം പറഞ്ഞതും ജഡത്തിൻ്റെ ചിന്തകളെ ഉപേക്ഷിച്ച് ആത്മാവിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ജനനത്തിൻ്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി പിതാവിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിഞ്ഞ ദാനങ്ങളിൽ ഏറ്റവും ഉന്നതം പരിശുദ്ധാത്മാവ് ആയിരുന്നു. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അവൻ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നു. എലൻ ജി വൈറ്റ് യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 671 പുറത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്വത്തിലെ മൂന്നാം വ്യക്തിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമേ പാപത്തെ തടയുവാനും അതിജീവിക്കുവാനും കഴിയൂ. പരിശുദ്ധാത്മാവ് പുതുക്കപ്പെട്ട ഊർജം കൊണ്ടല്ല, ദിവ്യശക്തിയുടെ പൂർണ്ണതയും കൊണ്ടാണ് വരുന്നത് എന്ന് എലൻ ജി വൈറ്റ് പറഞ്ഞു. ദിവ്യശക്തിയുടെ ഒരു പൂർണ്ണതയാണ് എന്തിലൂടെ ലഭിക്കുന്നത്? പരിശുദ്ധൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തെ സ്വീകരിക്കുന്നതാണ്, സത്യത്തെ സ്വീകരിക്കുന്നതാണ്, ആത്മാവിനെ സ്വീകരിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടും ജനനത്തിന് കാരണമാകുന്ന ഒന്നാണ്, ശരിയാണ്, സത്യമാണ്, നീതിയായതാണ്, നിത്യജീവൻ ആയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തേക്ക് വരാം. ഒരൊറ്റ അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ ഏതൊക്കെ വാക്യങ്ങൾ ചേർത്ത് നമ്മൾ ഈ പാഠത്തെ പഠിക്കണം എന്ന് ചിന്തിച്ചാൽ ഒരു വാക്യം പോലും നമുക്കതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ചേർത്താൽ മാത്രമേ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു വലിയ ഈടുറ്റ ബന്ധത്തിനെ ഇഴചേർത്ത് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിൻ്റെ 1-ാമത്തെ വാക്യം നോക്കൂ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്താണ്?
നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിത്തീരുന്ന വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി, ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എല്ലാം എൻ്റേതും ആകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി തന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് പിതാവിനോട് അവൻ അഭ്യർത്ഥിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. കാരണം എന്താണ്? പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എല്ലാം എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനിലും മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. അല്ലേ? അവൻ അങ്ങനെ പിതാവിനോട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഐക്യവും സ്നേഹവും യഥാർത്ഥ കാര്യം ആണ് എന്ന് അങ്ങനൊരു അർത്ഥത്തിലാണ് യോഹന്നാൻ 17 വായിക്കുന്നത്. ദൈവത്തോടും സകല മനുഷ്യരോടുമുള്ള വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിക്കുക, മനുഷ്യരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർത്തിണക്കുക, മനുഷ്യരെന്ന കണ്ണി ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതെ അവരെല്ലാവരും എൻ്റെതാണ്, അതുകൊണ്ട് അവരെല്ലാവരെയും ഞാനിതാ നിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു, അവരെല്ലാവരും ഇപ്പോൾ നിൻ്റേതാകുന്നു, നിൻ്റേതെല്ലാം എൻ്റേതാകുന്നു, ഞാനാകുന്നതെല്ലാം നിനക്കുള്ളതുമാകുന്നു എന്ന് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. തന്നെ അയച്ചവനായ പിതാവിനെ സ്നേഹിക്കുന്നവരെല്ലാം പുത്രനെയും സ്നേഹിക്കുന്നു. ആ പുത്രനെ സ്നേഹിച്ചവരെല്ലാം നിത്യജീവൻ്റെ അവകാശികളാകുന്നു, രാജ്യത്വത്തിൻ്റെ അവകാശികളാകുന്നു. അവരൊക്കെയും രാജകീയ പുരോഹിത വർഗം ആകുന്നു, വിശുദ്ധ വംശമാകുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്നു. അങ്ങനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവരാണ് സകല മനുഷ്യരും. ആരെയും അതിൽ നിന്ന് ഒഴിവാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പറയണം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്കെല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം എത്ര വലുതാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ നീതിയിലുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ഇരുവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അവസാനത്തെ വാക്യം നോക്കൂ, അവസാനത്തെ പ്രാർത്ഥന. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. അല്ലേ? യോഹന്നാൻ 3:16 എന്താണ്? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അവൻ്റെ സൃഷ്ടികളെ മുഴുവനും അവൻ സ്നേഹിച്ചു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. പുത്രനോടുള്ള അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നവനാണ് പിതാവ്. ആ പിതാവായവൻ, നീതിയായുള്ളവൻ,
നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും. ആരിലാകുവാനും? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരിലും ആകുവാനും. ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നിതാ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ അവരിലേക്ക് പകരുമാറാകണമേ എന്നുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ പ്രാർത്ഥന. നോക്കൂ, ലേഖകൻ പറയുന്നത് എന്താണ്? പിതാവിനെ വെളിപ്പെടുത്തുവാൻ ക്രിസ്തു വന്നു. ദൈവത്തെക്കുറിച്ചുള്ള നിരവധി തെറ്റിദ്ധാരണകൾ നിമിത്തം ഈ വെളിപ്പെടുത്തൽ പ്രധാനമാണ്. നമ്മൾ എത്ര പേരാണ് ഇതിനെപ്പറ്റി ഇത്രത്തോളം ഗാഢമായി ചിന്തിച്ചിട്ടുള്ളത്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ അഭ്യർത്ഥനയെക്കുറിച്ച് നമ്മിൽ എത്ര പേരാണ് അത്ര ഗാഢമായി ചിന്തിച്ചിട്ടുള്ളത്? പിതാവിൻ്റെ അരികിൽ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു കുഞ്ഞാട് പോലും തൻ്റെ ആ മെഡിസിനിൽ നിന്ന് കളഞ്ഞു പോകരുത് എന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന പിതാവായ ദൈവം, എല്ലാവരെയും കൂട്ടിയിണക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ആരും ഒരു നാളും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ മറുഭാഗത്ത് പ്രതിയോഗിയായ പിശാച് ഓരോരുത്തരുടെയും ഉള്ളിൽ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും സ്വസ്നേഹത്തിൻ്റെയും ഒക്കെ വിത്തുകൾ പാകിക്കൊണ്ട് അവരോട് യുദ്ധം ചെയ്യുകയാണ്. അതായത് നമ്മളോട് ഓരോരുത്തരോടും യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ വലിയ സ്നേഹത്തിനെ നാം തിരിച്ചറിയുക, പിതാവിൻ്റെ സ്നേഹത്തിനെ തിരിച്ചറിയുക, പുത്രൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. അവനിലേക്ക് നാം എല്ലാവരും ചേർത്തിണക്കപ്പെടുക. ആ ഒരു വലിയ ദൗത്യം കർത്താവ് യേശു ക്രിസ്തു നിർവഹിച്ചു. അതിനെ വളരെ മനോഹരമായിട്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. നമ്മൾ പല പ്രാവശ്യം വായിക്കണം. ഈ ചാപ്റ്റർ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമേ അതിൻ്റെ സാരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരൂ. വീണ്ടും വീണ്ടും വായിക്കുക. അത്രത്തോളം ഗാഢമായ ഒരു സ്നേഹം കൊണ്ട് പൊതിഞ്ഞാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ആ വലക്കണ്ണിയിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് അവൻ പിതാവിൻ്റെ അരികിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. അത്ര മനോഹരമായി അവൻ ലോകത്തെ സ്നേഹിച്ചിരുന്നു, അത്ര ഗാഠമായി അവൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിരുന്നു. നാം ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നമ്മളിതിൻ്റെ ചർച്ചകളിൽ തന്നെ ആദ്യത്തെ ചോദ്യം തന്നെ, ദൈവത്തെ അറിയുന്നത് നിത്യജീവൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, നീ അതാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യേശു ആരാണെന്ന് വിലയിരുത്തിക്കൊണ്ട് തൻ്റെ എതിരാളികൾ മാനുഷിക നിലവാരത്തിനൊത്ത് ജഡപ്രകാരം യേശുവിനെ വിധിച്ചു. അങ്ങനെയുള്ള സംശയങ്ങൾ അവനോട് ചോദിച്ചു, അങ്ങനെയുള്ള ആശങ്കകൾ അവൻ്റെ മുമ്പിൽ പങ്കുവച്ചു. അങ്ങനെ അവനെ കുറ്റം വിധിക്കാൻ തയ്യാറായി. അല്ലേ? അവർക്കൊക്കെയും ജഡത്തെ ആരാധിക്കുവാനും ജഡത്തിൽ ചിന്തിക്കുവാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ആരായിരുന്നു? അവനൊരു വലിയ മുറിവുണക്കുന്നവൻ ആയിരുന്നു, ആശ്വാസദായകൻ ആയിരുന്നു. അവൻ സത്യത്തിൻ്റെ ആത്മാവ് ആയിരുന്നു. അവൻ വ്യാജം ഉണ്ടായിരുന്നില്ല. വ്യാജ പ്രമാണങ്ങൾ അവൻ്റെ കൺമുമ്പിൽ നിന്ന് ചിതറിപ്പോയി. വ്യാജ നിലവാരങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന മനുഷ്യരെ അവൻ തിരികെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു. എലൻ ജി വൈറ്റ് ഡിസയർ ഓഫ് ഏജസിൻ്റെ യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 671-ാമത്തെ പുറത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവവചനത്തിലൂടെ പ്രവർത്തിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവിനാലാണ് ക്രിസ്തു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തനിക്ക് കീഴ്പ്പെടുത്തുന്നത്. എന്താണ്? ദൈവവചനത്തിലൂടെ പ്രവർത്തിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ്. ആ സത്യത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു? സ്നേഹമായിരുന്നു. ക്രിസ്തു എന്നുള്ള സ്നേഹമായിരുന്നു. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു വലിയ വെളിച്ചത്തിൻ്റെ സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൂടെ നമുക്ക് ഇന്ന് പഠിക്കുവാൻ കഴിഞ്ഞത്. കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം എത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന്, നാം എത്രമാത്രം ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് എന്ന് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും നാം എന്തിനാണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഭക്തിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കീഴിൽ, അവൻ്റെ കാൽ കീഴിൽ നാം അവൻ്റെ വേലക്കാരായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ഈ വലിയ വചനങ്ങളാൽ
ദൈവം നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ സ്നേഹത്തിനെ, പിതാവിൻ്റെ സ്നേഹത്തിനെ, പുത്രൻ്റെ സ്നേഹത്തിനെ, പുത്രനെയും പിതാവിനെയും അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ ആ വലിയ സത്യം, വലിയ നീതി, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വേദപഠനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഒരു വർഷക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ഈയുള്ളവനും ദൈവം ഭാഗ്യം നൽകി. ദൈവം നമ്മെല്ലാവരെയും സംരക്ഷിച്ചു. തുടർന്നുള്ള നാളുകളിലും വലിയവനായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വീണ്ടും വരവരെയും നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന പഠനം അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി. എല്ലാവരെയും പ്രാർത്ഥനകൾ ഞങ്ങളും ഓർക്കുന്നു. ഏതെൻ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണുകയും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനായ യഹോവേ, രാവിലെ തിരുസന്നിധിയിൽ ലോകത്തിലെ സകല ജനങ്ങളെയും വളരെ സ്നേഹത്തോടെ സമർപ്പിക്കുന്ന നാഥ, നീ നൽകിയിട്ടുള്ള കൃപ, നിൻ്റെ സ്നേഹം, നിൻ്റെ അനുഗ്രഹം അത്ര വലുതാണ് എന്ന് അടിയങ്ങൾ അറിയുന്നു. അങ്ങയുടെ സ്നേഹം അപ്രമേയവും അഗോചരവുമാണെന്ന് അടിയങ്ങൾ അറിയുന്നു. ദാവി, അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹിമ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് അടിയങ്ങൾ അറിയുന്നു. ദാവി, ഏകജാതൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വലിയ മർമ്മം ദാവി വീണ്ടും 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 അടിയ ഹൃദയങ്ങളിലേക്ക് ആവർത്തിച്ച് കേൾപ്പിക്കുന്നതിനായി ഹൃദയത്തോടെ സ്തോത്രം. ദൈവമേ, കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നിൻ്റെ ആത്മാവിൽ അടിയങ്ങൾ ഓരോരുത്തരും ചേർന്നിരിപ്പാൻ തക്കവണ്ണം നീ അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അതിൻ്റെ ദിവ്യ അനുഗ്രഹിക്കുമാറാകണമേ. ഇതിനെ നിയന്ത്രിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ദേശദേശാന്തരങ്ങളിൽ ഞങ്ങളുടെ വചനങ്ങളെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും നൽകുമാറാകണമേ. രോഗദുഃഖാദികൾ പ്രയാസങ്ങളിൽ നിന്ന്, വൻ വിപത്തുകളിൽ നിന്ന് എല്ലാവരും സംരക്ഷിക്കുമാറാകണമേ. സമാധാന സമൃദ്ധിയിൽ നിറയ്ക്കുമാറാകണമേ. കർത്താവേ, തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങൾ എഴുന്നള്ളുമ്പോൾ നിന്നെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിലടികളും ഉൾപ്പെടുവാനങ്ങോട്ട് വരുത്തുമാറാകണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. സ്നേഹത്താൽ തലോടുമാറാകണമേ. ആശ്വസിപ്പിക്കുമാറാകണമേ. നല്ല വചനങ്ങൾക്കായി ഒരിക്കൽ കൂടി നന്ദി ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തുന്നാഥ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു പ്രിയ പിതാവേ. ആമേൻ.